കൊച്ചിയിലെ ലഹരി മാഫിയയ്ക്കെതിരെ നടപടി കടുപ്പിച്ച സിറ്റി പോലീസ്. ഓപ്പറേഷൻ തുഫാൻ പ്രഖ്യാപനം മുതൽ കൊച്ചി നഗരത്തിൽ ഇതുവരെ പിടികൂടിയത് 40 കിലോ കഞ്ചാവ്. 621 കേസുകളിലായി 671 പേരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പ്രഖ്യാപിച്ച 2026 ജൂൺ മുതൽ ഇതുവരെയുള്ള കണക്കുകളിലാണ് വിവിധ കേസുകളിലായി 40 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. MDMA, ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, മെത്താഫെറ്റമിൻ തുടങ്ങിയ മാരക ലഹരികളും ഈ കാലയളവിൽ നടന്ന ശക്തമായ പരിശോധനകളിൽ പിടികൂടിയിട്ടുണ്ട്. LSD സ്റ്റാമ്പ്, കഞ്ചാവ് ചെടി, കഞ്ചാവ് ബീഡി എന്നിവയും പരിശോധനകളിൽ പിടിച്ചെടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒഡീഷയിൽ നിന്നും ആസാമിൽ നിന്നും അടക്കം കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പരിശോധനകൾ കർശനമാക്കിയതോടെ ട്രെയിനുകൾ പ്രധാന സ്റ്റേഷനുകളിൽ എത്തുന്നതിന് മുമ്പ് ലഹരി പാക്കറ്റുകൾ പുറത്തേക്ക് വലിച്ചെറിയുകയും പിന്നീട് ഇവിടെ വന്നെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുവരെ 621 കേസുകളിലായി 671 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. വലിയ അളവിലുള്ള ലഹരി ഇടപാടുകളിൽ 8 കേസുകളും ഇടത്തരം അളവിലുള്ള ലഹരി കേസുകളിൽ 33 എണ്ണവും ചെറിയ അളവിലുള്ള ലഹരി പിടിച്ചതിൽ 364 കേസുകളും രക്ഷിച്ചതു. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിടികൂടിയ 587 കിലോ കഞ്ചാവ് ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ കത്തിച്ച് നശിപ്പിച്ചിരുന്നു. കൊച്ചി നഗരത്തിനൊപ്പം റൂറൽ മേഖലയിലും ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസ് മിന്നൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ജനം, കൊച്ചി.